പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ സ്കൂൾ തുറക്കുന്നു. ഷാക്കിർ ഇനി 8ാം ക്ലാസ് വിദ്യാർത്ഥി. 2 മാസം പകൽ മുഴുവനും പള്ളി ദർസിലായിരുന്നു. നാളെ മുതൽ അതിന് മാറ്റം വരുന്നു. ഷാക്കിർ ഉസ്താദിനെ കാണാൻ ചെന്നു. നാളെ മുതൽ സുബഹിക്ക് വരണം, പാഠം മാറ്റിപ്പോകാം, 9 മണിയാകുമ്പോൾ സ്കൂളിൽ പോവാം. ഉസ്താദ് ഷാക്കിറിനെ ഉപദേശിച്ചു. ഷാക്കിർ പിറ്റേന്ന് സുബൈക്ക് മുന്നേ ഉണർന്നു. കുളിച്ചൊരുങ്ങിയാണ് പള്ളിയിൽ എത്തിയത്. 9 മണിവരെ ഓതി. ക്യാൻറ്റീനിൽ നിന്ന് പ്രാതൽ കഴിച്ചു. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് വന്നു. നല്ല തിരക്ക്. തള്ളിക്കയറി. 9:45 സ്കൂളിലെത്തി. കുട്ടികളുടെ ആരവം. മാസ്റ്റർമാർ വന്നു. ഷാക്കിറും കൂട്ടുകാരും 8ാം ക്ലാസ്സിലെത്തി. പുതിയ ക്ലാസ്, പുതിയ സാറ്. അന്ന് വൈകുന്നേരം സാക്കിർ ഹസൻ ഉസ്താദിനെ കണ്ടു. പുതിയ പുസ്തകങ്ങളുടെ കെട്ട്, 2 ജോഡി വസ്ത്രങ്ങളുടെ പാക്കറ്റ്, ചെരുപ്പ്, കുട എല്ലാം വാങ്ങി വെച്ചിരുന്നു. ഷാക്കിർ സാധനങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങി. സലീം മോനെ 1ാം ക്ലാസ്സിൽ ചേർത്തു. വീട്ടിൽ വെച്ചു അവനെ സഹായിക്കേണ്ടതും ഷാക്കിറിൻ്റെ ചുമതലയായി. ഷാക്കിറിൻ്റെ ജീവിതം തിരക്ക് പിടിച്ചതായി മാറി. അതിരാവിലെ ഉണരും. സുബൈക്ക് പള്ളിയിലെത്തും. ഉസ്താദ് പുതിയ പാഠങ്ങൾ വിവരിക്കും. 9 മണിക്ക് ക്യാൻറ്റീനിൽ പ്രാതൽ. പിന്നെ സ്കൂളിലേക്ക് ബസ് യാത്ര. 4 മണിക്ക് സ്കൂൾ വിട്ടാൽ ബസ്സിന് പിന്നാലെ ഓട്ടം. ആദ്യത്തെ ബസ്സുകളിലൊന്നും കയറാനാവില്ല. 4-5 ബസ്സുകൾ പോയി കഴിയുമ്പോൾ തിരക്ക് കുറയും. അതിനിടയിൽ സ്കൂളിനടുത്തുള്ള പള്ളിയിൽ പോയി അസർ നിസ്കരിച്ച് വരും. സമയം നഷ്ടപ്പെടുത്തില്ല. 5:30 മണിയോടെ വീട്ടിലെത്തും. ഉടനെ വീട്ടുപാഠങ്ങൾ തീർക്കും. മഗ്‌രിബിനു പള്ളിയിലെത്തും. 1.5 മണിക്കൂർ നേരത്തെ 1ാം ദർസിൽ സജീവമായി പങ്കെടുക്കും. ഇശാക്ക് ശേഷം വീട്ടിൽ പോകും. സ്കൂളിലെ പാഠങ്ങൾ പഠിക്കും. മാസങ്ങൾ കഴിയുന്തോറും തിരക്ക് കൂടിക്കൂടി വരികയാണ്. ഇതേ നിലയിൽ 3 വർഷങ്ങൾ കടന്നുപോയി. SSLC പരീക്ഷ വെളിപ്പാടകലെ എത്തി. ഹൈസ്കൂൾ പഠനം അവസാനിക്കുന്നു. 100-ലേറെ കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നു. ക്ലാസുകൾ അവസാനിക്കുന്നു. പഴയ ചോദ്യപേപ്പറുകൾ വായിക്കുന്നു. ഉത്തരങ്ങൾ ഓർമ്മിക്കുന്നു. ആവർത്തിച്ചു പഠിക്കുന്നു. SSLC വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ. വൈകുന്നേരം 4 മണി. അധ്യാപകരെല്ലാം എത്തി. ചായയും പലഹാരങ്ങളും നിരന്നു. എല്ലാവരും കഴിച്ചു. തുടർന്ന് പ്രസംഗങ്ങൾ. സ്വാഗതം ആശംസിച്ചത് ഷാക്കിർ. അവൻ്റെ വാക്കുകൾ ശ്രോതാക്കളുടെ മനസ്സിൽ തട്ടി. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഇതാ ഇവിടെ തിരശ്ശീല വീഴുന്നു. കണ്ണീരിൻ്റെ നനവുള്ള വാക്കുകൾ. അധ്യാപകർ കുട്ടികൾക്ക് ശോഭന ഭാവി ആശംസിച്ചു. കുട്ടികൾ തേങ്ങലോട് അധ്യാപകരെ വാഴ്ത്തി. വേർപാടിൻ്റെ ദുഃഖം. പെൺകുട്ടികൾ ഡെസ്കിൽ തല താഴ്ത്തി. കണ്ണുനീർത്തുള്ളികൾ പരന്നൊഴുകി. നെടുവീർപ്പുകൾ. മീറ്റിംഗ് അവസാനിക്കുന്നു. ഇനി ഗ്രൂപ്പ് ഫോട്ടോ. അധ്യാപകരും കുട്ടികളും ക്യാമറയുടെ മുമ്പിൽ. അതും അവസാനിച്ചു. ഇനി പിരിയുകയാണ്. നാളെ കാണാം. എല്ലാവരും വരില്ലേ? അധ്യാപകരുടെ പതിവ് വാചകങ്ങൾ. ഇനി ഇതുപോലെ ഒരു കൂടിച്ചേരലില്ല. കുട്ടികൾ ഓട്ടോഗ്രാഫുമായി ഓടി നടന്നു. എല്ലാവർക്കും ഷാക്കിറിൻ്റെ കയ്യൊപ്പ് വേണം. ഒരു വരിയിലൊതുക്കി ഷാക്കിറിൻ്റെ ഓട്ടോഗ്രാഫിൽ കുട്ടികൾ മാറി മാറി എഴുതി, പ്രിയപ്പെട്ട ഷാക്കിർ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്തിരിവുകളിൽ വെച്ച് ഇനിയും കണ്ടുമുട്ടാം. ഓർമ്മിക്കുക വല്ലപ്പോഴും. അങ്ങനെ എന്തെല്ലാം വാചകങ്ങൾ. സൂര്യൻ അസ്തമിച്ചു. നേർത്ത ഇരുൾ പരന്നു. സ്കൂൾ ഗ്രൗണ്ട് വിജനമായി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. കുട്ടികൾ ഹാൾ ടിക്കറ്റ് വാങ്ങാനെത്തി. പരീക്ഷയ്ക്ക് മുമ്പുള്ള അവസാനത്തെ ഒത്തുചേരൽ. പിന്നീടവർ കാണുന്നത് പരീക്ഷാ ദിവസം. പുസ്തകങ്ങളുമായിട്ടാണ് വരവ്. ബെല്ലടിക്കും വരെ വായന. സംസാരമില്ല, സംഭാഷണമില്ല. പരീക്ഷ കഴിഞ്ഞാൽ മടങ്ങാൻ ധൃതി. നാളത്തേക്ക് പഠിക്കാനുള്ള തിരക്ക്. സ്നേഹം പുതുക്കാൻ നേരമില്ല. അവസാനത്തെ പരീക്ഷ അത് എഴുതി പുറത്തു വരുമ്പോൾ വല്ലാത്ത ആശ്വാസം. വലിയ ഭാരം തലയിൽ നിന്ന് ഇറങ്ങിയ സന്തോഷം. ഇതാണ് അവസാനത്തെ ഒത്തുചേരൽ. ഇനി ഇതുപോലൊരു ഒത്തുചേരലില്ല. ഇവിടെ വെച്ച് വഴി പിരിയുന്നു. ജീവിതത്തിൻ്റെ വിശാല മേഖലകളിലേക്ക് ഇത്രയും പേർ ഇനി ഒരിക്കലും ഒരിടത്ത് വെച്ചും ഒത്തുചേരില്ല. ഇത് അവസാനത്തേതാണ്.
ഇന്നത്തെ വികാരത്തോടെ ഇനി ഒരിക്കലും പരസ്പരം കാണാനുമാകില്ല. ഭാവിയെക്കുറിച്ചൊരു രൂപവുമില്ല. എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരും. മറക്കരുതേ ഷാക്കിറെ, പലരും ഷാക്കിറിനോട് പറഞ്ഞു. ഷാക്കിർ തിരിച്ചും അങ്ങനെ തന്നെ പറഞ്ഞു. ആ പറച്ചിലിന് ബലം കുറവാണെന്ന് കുട്ടികൾ അറിയുന്നില്ല. ഈ സ്നേഹബന്ധം എന്നെന്നും നിലനിൽക്കുമെന്ന പ്രതീക്ഷയോടെ അവൻ പിരിഞ്ഞുപോയി. ഷാക്കിറിൻ്റെ ദർസ് ജീവിതം സജീവമായി. അവൻ വലിയ കിതാബുകൾ ഓതാൻ തുടങ്ങി. ഇസ്ലാം ദീനിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള കഴിവ് ആർജിക്കുകയാണവൻ. തഫ്സീറും ഹദീസുമാണ് ഓതുന്നത്. SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഷാക്കിറിന് 500-ലേറെ മാർക്ക്. സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മാർക്ക്. ഗ്രാമത്തിന് ആഹ്ലാദം, സ്കൂളിന് ആഹ്ലാദം, പള്ളി ദർസിന് ആഹ്ലാദം, അനുമോദനങ്ങളുടെ പ്രവാഹം. സ്കൂളിൽ സ്വീകരണ യോഗം. ഷാക്കിറിന് നിരവധി സമ്മാനങ്ങൾ ലഭിച്ചു. മഹല്ല് ജമാഅത്ത് കമ്മിറ്റി യോഗം ചേർന്നു. സ്വീകരണം നൽകി, ക്യാഷ് അവാർഡ് നൽകി. ഒരു ദിവസം ഷാക്കിർ മദ്രസയിൽ ചെന്നു. ഹസൻ ഉസ്താദ് അവനൊരു ഫോറം നൽകി. പട്ടണത്തിലെ പ്രസിദ്ധമായ കോളേജിൽ പ്രീ ഡിഗ്രി കോഴ്സിന് പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോറം. അവൻ അതുമായി വീട്ടിലെത്തി. ഫോറം പൂരിപ്പിച്ചു. രക്ഷിതാവിൻ്റെ ഒപ്പി എന്ന സ്ഥലത്ത് ഉമ്മയെക്കൊണ്ട് ഒപ്പിടിച്ചു. അപേക്ഷാ ഫോറം ഉസ്താദിനെ ഏൽപ്പിച്ചു. ആഴ്ചകൾക്ക് ശേഷം ഇൻ്റർവ്യൂ കാർഡ് വന്നു. ഉസ്താദിനോടൊപ്പം കോളേജിലെത്തി. ക്യൂ നിന്നു. ക്യൂ മെല്ലെ നീങ്ങി. ഷാക്കിറിൻ്റെ ഊഴമെത്തി. പിയോൺ പേര് വിളിച്ചു. ഷാക്കിറും ഉസ്താദും അകത്ത് കടന്നു. പ്രിൻസിപ്പൽ ഷാക്കിറിനെ സൂക്ഷിച്ചു നോക്കി. ഇംഗ്ലീഷിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ വ്യക്തമായ മറുപടി നൽകി. സെക്കൻഡ് ഗ്രൂപ്പിൽ അഡ്മിഷൻ കിട്ടി. നന്നായി പഠിക്കണം, ഇതേ റിസൾട്ട് നിലനിർത്തണം. പ്രീ ഡിഗ്രി കഴിഞ്ഞ് എൻട്രൻസ് എഴുതി മെഡിസിന് അഡ്മിഷൻ നേടണം. ആ ലക്ഷ്യം വെച്ചു പഠിച്ചോളൂ. ആ വാക്കുകൾ ഷാക്കിറിൻ്റെ മനസ്സിൽ തട്ടി. നന്നായി പഠിക്കുക, പ്രീ ഡിഗ്രിക്ക് ഉന്നത വിജയം, എൻട്രൻസ് പരീക്ഷ, ഉയർന്ന റാങ്ക്, മെഡിസിൻ അഡ്മിഷൻ, ഒരു ഡോക്ടറാവുക. ജീവിതം മനുഷ്യ സേവനമർപ്പിക്കുക. മനസ്സ് കോരിത്തരിച്ചു പോയി. ഒന്നും മിണ്ടിയില്ല. എല്ലാം മനസ്സിലൊതുക്കി. ഉസ്താദിനെ നോക്കി. മുഖത്ത് മനസ്സിലാകാനാവാത്ത ഭാവം. എന്തായിരിക്കും ഉസ്താദിൻ്റെ ചിന്ത? കോളേജിൽ നിന്നും മടങ്ങി വരുമ്പോൾ ഇരുവരും നിശബ്ദരായിരുന്നു. പറയാൻ ഏറെ കാര്യങ്ങളുണ്ട്. മനസ്സ് നിറഞ്ഞപ്പോൾ നാവനങ്ങുന്നില്ല. ദിവസങ്ങൾ നീങ്ങി. ഷാക്കിർ കോളേജിൽ പോയി തുടങ്ങി. രാവിലെ 1 മണിക്കൂർ സമയം ദർസിലിരിക്കും. 70 ദിവസങ്ങൾ കൂടുതൽ സമയമിരിക്കും. ദർസ് പഠനവും കോളേജ് വിദ്യാഭ്യാസവും ഒന്നിച്ചു പോവാൻ ഷാക്കിറിന് നന്നായി പണിപ്പെട്ടു.